ഈ ഇടയ്ക്ക് OTT റിലീസായ ഒരു തമിഴ് സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സംഭവം റൊമാൻസും കോമഡിയും പിന്നെ ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു അടിപൊളി സിനിമയാണ്. സിനിമയുടെ പേര് മിസ്റ്റർ ഹൗസ് കീപ്പിംഗ്. ഏകദേശം 6.4 IMDb റേറ്റിംഗ് ഉണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഇതിലെ നായകന്റെ പേര് ഇച്ചിരി വെറൈറ്റിയാണ്, ഹോണസ്റ്റ് രാജ്. പക്ഷെ ഇവന്റെ പ്രവൃത്തി കണ്ട ഒരു ഹോണസ്റ്റും നമുക്ക് കൊടുക്കാൻ തോന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. ഇവന്റെ സ്വഭാവം അറിയണമെങ്കിൽ സിനിമ മൊത്തം കാണണം. ഉടായിപ്പിന്റെ അങ്ങേ അറ്റമാണ്. കഥയിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും ചേർന്ന് കഷ്ടപ്പെട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മോനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു. ആ മോനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോണസ്റ്റ് രാജ്. അവൻ ആ കോളേജിൽ പോയത് പഠിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി ആ കോളേജിനെ തന്നെ വിറപ്പിച്ച് നിർത്തുകയായിരുന്നു. പിന്നെ ഒരിക്കലും എഴുതെടുക്കാൻ പറ്റാത്ത അത്ര സപ്ലൈയും. എന്നിട്ടും അവൻ ആ കോളേജിൽ ഡെയിലി പോകുമായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ അവൻ അഗാധമായി പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി ആ കോളേജിൽ ഉണ്ടായിരുന്നു. ഇസൈ എന്നാണ് ആ കുട്ടിയുടെ പേര്. മൊഞ്ചത്തി കുട്ടിയായിരുന്നു. ഹോണസ്റ്റ് രാജിന് കോളേജിൽ അത്രയും വലിയ ഗ്യാങ് ഉള്ളത് കൊണ്ട് തന്നെ അവളെ വേറെ ആരും പ്രേമിച്ചിരുന്നില്ല. പക്ഷെ അവർക്ക് ഇവനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. 4 വർഷം പുറകെ നടന്നിട്ടും അവളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കിയില്ലായിരുന്നു. ലാസ്റ്റ് ഫെയർവെൽ ഡേ അന്ന് ഇവൻ അവളെ ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്തു. ഗിഫ്റ്റ് ഒക്കെ കൊടുത്താണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അവൾ ആ ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞ് പ്രപ്പോസൽ റിജക്ട് ചെയ്തു. അത് അവന് മനസ്സിൽ കൊണ്ടു. അത്രയും പിള്ളേരുടെ മുമ്പിൽ വെച്ചായിരുന്നു അവള് അങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചത്. കാര്യം അവളേതോ വലിയ കാർഷികന്റെ മോളായിരുന്നു. അവൻ ഒരു സാധാരണക്കാരനും. പക്ഷെ ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്നായിരുന്നു ബാക്കി പിള്ളേരുടെ അഭിപ്രായം. ഇത്രയും വലിയ മുറിവ് അവന്റെ മനസ്സിൽ വേറെ ഉണ്ടായിട്ടില്ല. അത് തീർക്കാൻ വേണ്ടി കോളേജ് ബിൽഡിങ്ങിന്റെ മണ്ടയിൽ കയറി അവളെ വെല്ലുവിളിക്കുകയാണ്. ഇവളെക്കാളും നല്ല സൗന്ദര്യവും പൈസയും ബുദ്ധിയൊക്കെ ഉള്ള വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിയിരിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ ലൈഫ് ലോങ് ഇവളുടെ വേലക്കാരനെ ഇരിക്കാമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഹോണസ്റ്റ് രാജ് താഴേക്ക് ഇറങ്ങിയത്. പക്ഷേ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു അക്കിടി പറ്റി. ഏതൊരു പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ വീഡിയോ കോൾ ചെയ്തു. അവള് ഹോണസ്റ്റ് രാജിന്റെ അച്ഛൻ ഡ്രസ്സ് മാറുന്ന വീഡിയോ എടുത്തു വെച്ചു. എന്നിട്ട് 10,000 രൂപ ഉടനെ കിട്ടിയില്ലെങ്കിൽ വീഡിയോ നെറ്റിലിടും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവൻ ആകെ തകർന്നു നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരൻ ഐഡിയ പറഞ്ഞു കൊടുത്തു. ഏതോ ഒരു പണക്കാരന്റെ വീട്ടിൽ 10 ദിവസം ജോലിക്ക് നിന്നാൽ 10,000 രൂപ ഒപ്പിക്കാൻ പറ്റുമെന്നായിരുന്നു അവൻ പറഞ്ഞത്. ആ പണക്കാരന്റെ മോളായിരുന്നു നമ്മുടെ ഇസൈ. അവളിപ്പോ ഒരു IT കമ്പനിയിൽ മാസം 1 ലക്ഷം രൂപ സാലറി വാങ്ങി ജീവിക്കുന്നു. നമ്മുടെ ഹോണസ്റ്റ് രാജ് ആണെങ്കിൽ ഒരു ജോലിയും കിട്ടാതെ തെണ്ടി കുത്തുവാളെടുത്തിരിക്കുന്നു. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും വീട്ടുകാർക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ആ ജാടയിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ജോലിക്ക് വേണ്ടി ആ വീട്ടിലേക്ക് ചെന്ന് അവളെ കണ്ട സമയത്ത് സത്യം പറഞ്ഞ ഇവൻ ഷോക്കായി പോയി. കാരണം അവളെക്കാളും നല്ലൊരു പെണ്ണിനെ കെട്ടി കാണിച്ചു കൊടുക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടായിരുന്നു ഇവൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. കോളേജ് കഴിഞ്ഞിട്ടും ആർക്കും ആ വെല്ലുവിളിയെ കുറിച്ച് ഒരു ഓർമ്മയില്ലായിരുന്നു. ഇതിപ്പോ നാച്ചുറലി സംഭവിച്ചതാണ്. ഒരു വീഡിയോകൾ കാരണം ഇവൻ ഇത്രയും വഷളാവാൻ കാരണം ഇവന്റെ അമ്മ കൂടിയാണ്. അവനെ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ മോനെ ആരെങ്കിലും കുറ്റം പറഞ്ഞ അമ്മ തിരിച്ച് അവരോട് ചൂടാവും. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പോലും കൈ കഴുകാനുള്ള വെള്ളം അമ്മ അടുത്തുകൊണ്ട് കൊടുക്കും. പിന്നെ കുറെ തലതെറിച്ച കൂട്ടുകാരന്മാര്. ഇതൊക്കെയായിരുന്നു അവന്റെ ശാപം. അങ്ങനെ അവൻ അവന്റെ പഴയ എക്സ്ലവറിന്റെ വീട്ടിൽ ഒരു ജോലിക്കാരനായിട്ട് കയറി. വേറെ നല്ല പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇസിയുടെ വീട്ടിൽ ജോലിക്കാരനായി നിൽക്കാമെന്ന് എടുത്ത ശപഥം ഇപ്പോ റിയൽ ആയിട്ട് സത്യമായി. പക്ഷെ ഇത്രയ്ക്ക് അടിയിട്ടിട്ടും അവന്റെ ജാടയ്ക്ക് ഒരു കുറവുമില്ല. ജോലിക്കാരനായിട്ട് അവളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും അവന്റെ ശ്രദ്ധ മുഴുവനും ഇസയിലേക്കായിരുന്നു. അച്ഛനെ വീഡിയോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത ആൾക്കൊക്കെ അവൻ പൈസ കൊടുത്ത് ഒഴിവാക്കി. കഥ ഇനിയും ബാക്കിയുണ്ട്. കണ്ടു തുടങ്ങിയാൽ ബോറടിക്കാത്തൊരു സിനിമയാണ്. എല്ലാവരും കണ്ടു നോക്കുക.